ഹായ് ഫ്രണ്ട്സ്, മൈ മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാണ്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഒരു ഉച്ച തിരിഞ്ഞപ്പോൾ നമ്മൾ മോനന്ന് സ്കൂൾ ഉച്ച വരെ ഉള്ളായിരുന്നു. പഠിത്തമൊന്നും ഇല്ലല്ലോ സ്വാതന്ത്ര്യദിനത്തിന്. അപ്പോൾ ഉച്ച തിരിഞ്ഞ് അവനുമായിട്ട് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ കുമാരകോടി പാലവും കുമാരനാശാൻ തിരുമണ്ഡപവും ഒക്കെ അവനെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച് നമ്മൾ ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ കുമാരകോടി പാലത്തിലെത്തി. പാലത്തെ നല്ല കാറ്റാണ്, അവിടെ ആ സൈഡിൽ നിൽക്കാൻ നല്ല സുഖമാണ്. നല്ല താഴോട്ട് നോക്കുമ്പം കണ്ണിനൊക്കെ നല്ല കുളിർമയേകുന്ന കാഴ്ചകളും ഒക്കെ ഉണ്ട്. അത് കാരണം ഞാനും മോനും കൂടെ കുറച്ച് നേരം അവിടെ നിന്ന് ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുക. മോൻ ഇതുവരെ കുമാരനാശാന്റെ സ്മൃതി മണ്ഡപത്തിൽ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവനെ അവിടെ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച് നമ്മൾ ഇറങ്ങിയതാണ്. കുഞ്ഞാറ്റ ഉറങ്ങുന്ന സമയത്താണ്. വണ്ടിയിൽ 4 പേർക്ക് കൂടെ പോകാനൊക്കത്തില്ലല്ലോ, അതുകൊണ്ട് കൊച്ചവൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ 3 പേരും കൂടെ ഇറങ്ങിയതാണ്. നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്താൻ സാധിക്കും. നമ്മൾ ഈ പാലത്തെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കുമാരനാശാൻ്റെ സ്മൃതി മണ്ഡപമൊക്കെ ചെറുതായിട്ട് ദൂരെ നിന്ന് കാണാനും പറ്റും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അത് നോക്കുമായിരുന്നു. കുഞ്ഞിനെ അതൊക്കെ കാണിച്ചു കൊടുത്തു, ഇവിടെ നിന്ന് നോക്കിയാൽ അത് കാണാൻ പറ്റുമെന്നൊക്കെ അങ്ങനെ കാണിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ പല്ലന ആറിലാണ് കുമാരനാശാൻ ബോട്ടിൽ യാത്ര ചെയ്ത് വന്നപ്പോൾ ഇവിടെ വെച്ചായിരുന്നു അപകടം ഉണ്ടായത്. ഇതാണ് നമ്മൾ ഫോണിൽ ഇങ്ങനെ ക്യാമറ സൂം ചെയ്തപ്പോഴത്തേക്കും അവിടെ കാണാൻ ദൂരെ ആ കാണുന്ന ആ ഭാഗത്തായിട്ടാണ് കുമാരനാശാന്റെ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. തോട്ടപ്പള്ളിയിൽ നിന്നും 5 കിലോമീറ്റർ മാറി നമ്മൾ ഹരിപ്പാട് നിന്ന് വരുവാണെങ്കിൽ 8 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഈ പല്ലന എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് നാട്ടിലോട്ടൊക്കെ നോക്കി നിന്ന് കുറച്ചു നേരം നിന്നിട്ട് നമ്മൾ എന്നിട്ട് അവിടെ കുറച്ചധികം നേരം നമ്മൾ അവിടെ നിന്നിട്ടാണ് പിന്നെ നമ്മൾ കുമാരനാശാൻ്റെ സ്മൃതി മണ്ഡപത്തിലോട്ട് പോയത്. നമ്മളുടെ വീട് കരുവാറ്റയിലായതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട് വരാനൊക്കെ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ഞാനും മോനും കൂടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മൾ പതിയെ തിരിച്ച് വണ്ടി എടുത്ത് കുമാരനാശാൻ്റെ സ്മൃതി മണ്ഡപത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചല്ല, നമുക്ക് കുമാരനാശാൻ്റെ സ്മൃതി മണ്ഡപത്തിലോട്ട് പോകാമെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് മോൻ പറഞ്ഞത് അവൻ അപ്പുറത്തെ സൈഡിലും പോയി നിന്ന് കാണണമെന്ന്. അങ്ങനെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ഒക്കെ പോയി നിന്നിട്ട് തിരിച്ചിറങ്ങി. ഈ പാലം ഇറങ്ങി കഴിഞ്ഞാലായിട്ട് പാലം തീരുന്ന അവിടുന്ന് തന്നെ ചെറിയൊരു വളവുണ്ട്. ആ വളവ് റോഡ് വഴി കുറച്ചുള്ളിലോട്ട് പോകുമ്പോഴാണ് കുമാരനാശാൻ്റെ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു ഗുരുമന്ദിരമൊക്കെ ഉണ്ട്. ആ ഗുരുമന്ദിരം കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കുമാണ് അവിടെ ഈ സ്മൃതി മണ്ഡപത്തിൻ്റെ അവിടെ തന്നെയാണ് ഒരു പല്ലന സ്കൂളും സ്മൃതി മണ്ഡപവും. കുമാരകോടി മെമ്മോറിയൽ UP സ്കൂൾ എന്നാണ് ആ സ്കൂളിൻ്റെ പേര്. 1973 ഏപ്രിൽ 12 തിരുവനന്തപുരത്താണ് കുമാരനാശാൻ ജനിച്ചത്. 1924 ജനുവരി 16 പല്ലന ആറ്റിലെ ബോട്ട് അപകടത്തിലാണ് അദ്ദേഹം മരിച്ചത്. ഞാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ ആയതുകൊണ്ടാണ് ഇവിടെ കുമാരകോടി എന്ന് പേര് വരാനായിട്ട് കാരണം. അതുകൊണ്ടാണ് ഇവിടെ കുമാരകോടി എന്ന് പേര് വന്നത്. സ്മൃതി മണ്ഡപത്തിൻ്റെ ഒരു ബോട്ടിൻ്റെ ആകൃതിയിലാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും ആശാന്റെ കവിതകളിലെ കഥാപാത്രങ്ങളാണ് നമ്മളെ സ്വീകരിക്കുന്നത്.
ചണ്ടാല ഫിഷുകി തൊട്ട് വാസവദത്ത വരെ ഇവിടെ കുടികൊള്ളുന്നു. പിന്നെ ഓരോ കഥാപാത്രങ്ങളും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നടുക്കായിട്ട് ആശാൻ്റെ ഒരു മനോഹരമായ ചിത്രവുമുണ്ട്. ഇതിന് നടുക്കുള്ളിലായിട്ടാണ് ആശാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഞാനും മോനും കൂടെ അവിടെയൊക്കെ നടന്നു. മോനെ അതൊക്കെ കാണിച്ച് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. അവനതൊക്കെ നോക്കുകയാണ്. എന്നിട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടെ എന്തുവാണ് എന്നൊക്കെ എന്നോട് ചോദിക്കുകയാണ്. ഞാൻ ആശാനാണെങ്കിൽ കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് ബോട്ടിൽ വരികയായിരുന്നു. അപ്പോഴാണ് ഈ പല്ലന ആറ്റിൽ വെച്ച് അപകടം ഉണ്ടായ. അന്നേരം ആശാൻ സഞ്ചരിച്ച ബോട്ടിൻ്റെ പേര് റെഡീമർ എന്നായിരുന്നു. ഇതൊക്കെ ഞാൻ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവിടെ എല്ലാം നടന്ന് കണ്ടു. ഇന്ന് എന്തോ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അവിടെ. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. അല്ലാത്തപ്പോൾ ഒക്കെ സന്ദർശകർ ഒരുപാട് കാണും. ഇന്നെന്തോ അവധി ആയതുകൊണ്ടായിരിക്കും ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ ചെന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ 2-3 പേര് നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു. അവിടെ എന്നിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പ്രത്യേകം ബെഞ്ചും ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇരിക്കാം. അവിടെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ആ പുസ്തകങ്ങളൊക്കെ എടുത്ത് നമുക്ക് വായിക്കാം. അങ്ങനെ പല സംവിധാനവും ഉണ്ട് അവിടെ. നമുക്ക് ശാന്തമായിട്ടിരുന്ന് നല്ല നല്ല ആശാൻ്റെ പുസ്തകങ്ങൾ മാത്രമല്ല, വേറെ കുറേ നോവലുകളും അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടമുള്ള പുസ്തകം നമുക്ക് സെലക്ട് ചെയ്യാം. അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും മാറിയിരുന്ന് നമുക്ക് ശാന്തമായിട്ട് വായിക്കാൻ പറ്റും. ശല്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാനും മോനും കൂടെ പോയി ബുക്കുകളൊക്കെ എടുത്ത് കുറച്ചൊക്കെ നോക്കിയതിന് ശേഷം ഇവിടെ എല്ലാം വീഡിയോ എടുത്തു. എന്നിട്ട് നമുക്ക് വെയിലൊക്കെ ഉള്ള സമയം, ഉച്ച സമയം വരുന്നെങ്കിൽ നമുക്ക് വെയിൽ കൊള്ളാതിരിക്കാനുള്ള ഒരു ഷെൽട്ടറും ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ വെച്ച് അല്ലാതെ ഇങ്ങനെ സാംസ്കാരിക സമ്മേളനമോ പൊതുപരിപാടികളോ ഒക്കെ നടക്കാറുണ്ട്. അതിനായി അവിടെ സ്റ്റേജും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ആറ് നമുക്ക് കാണാൻ നല്ലൊരു പച്ചപ്പും മനോഹരമായ ആറാണ്. നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. ചേട്ടനും ഞാനും മോനും കൂടെ ആയിരുന്നു പോയത്. നമ്മളങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. അവിടെ ഇരുന്നിട്ട് തിരിച്ചു പോരാനേ തോന്നില്ലായിരുന്നു. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. മോനാണെങ്കിൽ തിരിച്ചു പോകാം, കുഞ്ഞിനെ വീട്ടിൽ നിർത്തിയിട്ടല്ലേ വന്നേ. അവൾ ഉറങ്ങി എണീക്കുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ ആ കുറച്ച് സമയത്തേക്ക് പിള്ളേർ വഴക്കല്ലേ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും. അതിന് അന്ന് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വേണ്ടമ്മേ കുറച്ച് നേരം കൂടെ നമുക്ക് ഇവിടെ ഇരിക്കാമെന്നും പറഞ്ഞ് ഇരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. എന്നിട്ട് അതിനകത്ത് തന്നെ ഇങ്ങനൊരു സ്ഥലമുണ്ട്. എന്തുവാണ് എനിക്കറിയത്തില്ല. ഇവിടെ വെള്ളമൊക്കെ കുടിക്കാനുള്ള സൗകര്യമായിരിക്കും എന്തോ. അവിടെ ആരും ഇല്ലായിരുന്നു. അതൊന്ന് എന്തിനാ എന്ന് ചോദിക്കാനൊക്കെ ഉണ്ട്. എനിക്കറിയത്തില്ല അവിടെ അതെന്തുവാന്ന്. എന്നിട്ട് ഞാനും മോനും കൂടെ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയാമോ ചോദിക്കുക. അമ്മ അക്കരയിലോട്ട് എങ്ങനെ പോകുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വള്ളമൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ വള്ളത്തിൽ കൂടെ പോകാനൊക്കെ പറ്റുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ ചിലവഴിച്ചു. ഇന്നത്തെ